ഗൈസ് നമ്മൾ മിറ്റുന്റെ മാക്ബുക്ക് തുറക്കാൻ പോവാണ്. ലാപ്പിൽ സോ ഗായ്സ്, അങ്ങനെ 2 വീക്സ് ആയിട്ടോ നമ്മൾ മാക്ബുക്ക് എടുത്തിട്ട് 2 വീക്സ് കണ്ടിന്യൂ ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ഇതിലാണ് ചെയ്യുന്നത്. ആൻഡ് സത്യം പറയാലോ, അടിപൊളിയാണ്, വേറെ ഒന്നും പറയാനില്ല. ഞാൻ മുമ്പ് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് നിങ്ങളിതാ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഈ ഒരു സിസ്റ്റത്തേക്ക് മാറിയപ്പോൾ മെയിനായി പറയേണ്ട കാര്യമാണ് സ്പീഡിൻ്റെ കാര്യം. ഒരു ലാഗോ ഹാങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എനിക്ക് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും ഫസ്റ്റ് പറയേണ്ട കാര്യം. പിന്നെ പറയേണ്ടതാണ് ഗൈസ് ബാറ്ററി ലൈഫ്. എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു വീഡിയോ എഡിറ്റിങ്ങോ ഗ്രാഫിക് ഡിസൈനിങ് പോലത്തെ വർക്ക്സോ ഒന്നുമില്ല, മൾട്ടി ടാസ്കിങ് പോലത്തെ വർക്ക്സ് ആയാലും കുഴപ്പമില്ല. അങ്ങനത്തെ ഒക്കെ വർക്ക്സിനും നോർമൽ ഓഫീസ് യൂസ് എന്നുള്ള ലെവൽക്കാണെങ്കിൽ ബാറ്ററി ബെസ്റ്റാണ്. ഏകദേശം എനിക്ക് 1 ഡേൻ്റെ എബവ് കിട്ടുന്നുണ്ട്. സോ 1 ഡേ എബവ് എന്ന് പറയാൻ കാരണം ഓഫീസ് ടൈം 8 hours കഴിഞ്ഞിട്ട് ഫ്രീലാൻസ് വർക്ക്സും ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം ഓഫീസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബാറ്ററി എനിക്ക് കിട്ടാറുണ്ട്. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലേ ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് സ്റ്റിൽ ദർ ഈസ് 20-24%. ഞാൻ മാക്സിമം 20ൻ്റെ ബിലോ പോകാൻ ഇതുവരെ ആക്കിയിട്ടില്ല. ആൻഡ് ഞാൻ നോക്കിയപ്പോൾ അതാണ് ബെറ്ററായി കണ്ടത്. പിന്നെ മെയിനായിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ ഞാനിപ്പോൾ നിലവിൽ ഇതിൽ വേറെ നമ്മുടെ സോഫ്റ്റ്വെയർസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ക്യാപ്കട്ടും ക്യാൻവയും മാത്രമാണ് ഞാൻ നിലവിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്യാപ്കട്ട് ക്യാൻവ യൂസ് ചെയ്യുമ്പോൾ യെസ്, ബാറ്ററി ചെറുതായിട്ട് എനിക്ക് പെട്ടെന്ന് തീരുന്നു. മീൻസ് ആ ഒരു വർക്ക് ചെയ്യുന്നതും ഇതും വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് കുറയുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഗൈസ്, എനിക്കിതിൻ്റെ ബ്രീഫായിട്ട് എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ ഞാൻ എൻ്റെ യൂസ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ ആപ്പിളിൻ്റെ സിസ്റ്റത്തിൽ കണ്ടുവരുന്ന ഒരു മെയിൻ ഒരു കാര്യമാണ് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും ആവല്. അത് ഇതിന് അത്ര ഇല്ലെങ്കിലും ജസ്റ്റ് തുടച്ചാൽ ക്ലീൻ ആക്കിയാൽ പോകുന്നുണ്ട്. ആൻഡ് ബ്ലാക്ക് എടുക്കാനായിരുന്നു ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബ്ലാക്ക് എടുക്കാൻ പോയപ്പോൾ എന്നോട് എല്ലാ ഷോപ്പിലുള്ളവർ പറഞ്ഞിരുന്നത് ബ്ലാക്ക് ഈസ് മോർ ലൈക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസിറ്റീവ് ആണ്, നമ്മൾ ഫിംഗറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വെച്ചാൽ തന്നെ വരും. അപ്പോൾ ഇതന്നെ ക്ലീൻ ആക്കാൻ എനിക്ക് ഇറക്കൊരു മടി വരലുണ്ട്. നമ്മൾ കൂടുതൽ ടൈം ഇങ്ങനെ കൈ വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഒരു കളർ പോലെ അല്ലെങ്കിൽ ഒരു നമ്മൾ സ്വെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആയിട്ടുള്ള ആ ഒരു കളറും ഇതൊക്കെ വരാറുണ്ട്. ആൻഡ് അപ്പോൾ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഞാൻ ഇതിലേറെ പെട്ടിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുറത്തു ഇങ്ങനെ പെട്ടെന്ന് ഫിംഗറും കാര്യങ്ങളൊക്കെ ആവാറുണ്ട്. ഈ ഒരു കളർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്താൽ സെറ്റ് ആവുന്നുണ്ട്. ബ്ലാക്ക് എടുക്കുന്നവർ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഇനി കൂടുതൽ ഞാനിതിൽ നമ്മളെ വീഡിയോ എഡിറ്റിംഗ് ആയാലും ഡിസൈനിങ് വൈസുള്ള സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഈ ഒരു ഡിവൈസ് കൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചാൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ അറിയാമല്ലോ, ഞാൻ യൂസ് ചെയ്തിരുന്ന സിസ്റ്റത്തിൽ നിന്നും ഇങ്ങനത്തെ ഒരു മെഷീനിലേക്ക് മാറുമ്പോൾ എന്താ പറയുക, ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങളൊരു ആപ്പിൾ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ആപ്പിൾ ത്രൂ ഉള്ള ഒരു എന്താ പറയുക ഒരു വർക്ക് ഫ്ലോ, ഇപ്പോൾ എനിക്ക് വീഡിയോസ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇതിൽ കെയർ ഡ്രോപ്പ് ചെയ്യൽ അങ്ങനത്തെ സിമ്പിൾ കുറച്ചും പാടെ ഒന്ന് ഈസി ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കഴിച്ച് നമ്മൾ ഈ സിസ്റ്റം എടുത്തിട്ടുണ്ടായിരുന്ന ആപ്പിൾ സ്റ്റോറിനായിരുന്നു. ആൻഡ് ആപ്പിൾ സ്റ്റോർ എക്സ്പീരിയൻസ് ഈസ് ടു കോമഡി എന്ന് തന്നെ പറയാം. കാരണം ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നത്. കയറിയപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നു, നമ്മൾ പറഞ്ഞു ഈ സിസ്റ്റമാണ്. കാരണം ഞാൻ സ്പെക്കും കാര്യങ്ങളൊക്കെ കുറേ മുമ്പ് നോക്കി 2-3 സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. സെയിം പ്രൈസ് കണ്ടുകൊണ്ടാണ് ആപ്പിൾ സ്റ്റോർ തന്നെ പിന്നെ പോയത്. കാരണം സെയിം പ്രൈസ് തന്നെയായിരുന്നു റീസെല്ലേഴ്സിൻ്റെ അടുത്തുണ്ടായിരുന്ന പ്രൈസ്. ഡയറക്റ്റ് ആപ്പിൾ സ്റ്റോർ പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡയറക്റ്റ് കയറി ആൾ വന്ന് ചോദിച്ചു എന്താ വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഫോണിൽ കടപ്പടപടപടേ കാര്യങ്ങൾ അടിച്ചു. പിന്നെ അപ്പുറത്തുനിന്ന് ബാക്കിൽ നിന്ന് ഒരാൾ ഈ ഒരു ബോക്സും പിന്നെ ആ ഒരു കവറുമായിട്ട് വന്നു. അത് നമ്മൾ നേരെ പർച്ചേസ് ചെയ്തപ്പോൾ കാർഡാണോ ക്യാഷാണോ ചോദിച്ച് ടാപ്പ് ചെയ്യാഗോ 1 minute or 2 minutes കൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ആകെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു അവസ്ഥയിലായി ഗൈസ്. സത്യം പറയാലോ വല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം വീഡിയോ ഒക്കെ എടുക്കണം, കുറച്ച് കിടിലനാക്കണം എന്നൊക്കെ വിചാരിച്ച് കയറിയാണിതാ ആകെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങൾക്കും ഇതേപോലെ മാക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഐ വിൽ സേ ഗോ. ബട്ട് നിങ്ങളൊരു പക്കാ ലെവൽ ഒരു വീഡിയോ എഡിറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോ എടുക്കാൻ നിങ്ങളടുത്ത് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് പ്രോ. ബിക്കോസ് ഞാൻ ഫസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്കട്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയയിലായിട്ട് ഭയങ്കര ഹീറ്റ് ഫീൽ ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഓൺലി ദ ഫസ്റ്റ് ടൈം ഐ ഫീൽ. പിന്നെ ഞാൻ അതിനുശേഷം ഇപ്പോൾ 6 വീഡിയോസായിട്ട് എഡിറ്റ് ചെയ്തു, നോ ഇഷ്യൂസ്. പിന്നെ അതിനുശേഷം അങ്ങനത്തെ ഒരു ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹീറ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളൊരു
പക്ക ഒരു ആഫ്റ്റർ എഫക്ട്സോ അല്ലെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് അങ്ങനത്തെ സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പക്ക ഒരു പ്രോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് മസ്റ്റ് ഗോ വിത്ത് പ്രോ. ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു 2 വീക്സിൻ്റെ എക്സ്പീരിയൻസ്. സോ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് സംസാരിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് മീ മിച്ചു സൈനിങ് ഓഫ്. ടാറ്റ ആൻഡ് ബൈ.